പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനം ലൂക്ക 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതൊരു ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡാണ്. അതൊരു ക്രിസ്തു മനോഭാവമാണ്. ആ മനോഭാവത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഒരു പെസ്സിമിസ്റ്റായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇന്നലെ വചനത്തിൽ പറഞ്ഞു, ഈ നിമിഷം വരെയുള്ള ജീവിതത്തിന് ഞാൻ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ നിമിഷത്തിലെ ജീവിതം ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. നാളെയുള്ള ജീവിതം, അതായത് എൻ്റെ ഭാവി, എനിക്കതിൽ വലിയ പ്രത്യാശയാണ് ഉള്ളത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് നിരാശരാകേണ്ടി വരികയില്ല. ക്രിസ്തു വിളമ്പുന്നത് എന്തും ഭക്ഷിക്കാം. അതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അത്രയ്ക്ക് ആഹ്ലാദകരമായ ഒരു മെസ്സേജൊന്നും ആയിരുന്നില്ല മാതാവിന് കിട്ടിയത്. ആ സമയത്ത് കന്യകയായ മാതാവിനോട് ദേവദൂതൻ, കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന മാതാവിനോട് ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, മറിയം, നീ പരിശുദ്ധാരൂപിയാൽ ഗർഭസ്ഥയാവും. ആരെയും, ഏത് കന്യകയെയും, കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന കന്യകയെയും തകർക്കാൻ പറ്റുന്ന വചനമാണ്. നമ്മളതിനെ മംഗളവാർത്ത എന്ന് പറയുന്നു. അപ്പം അതിനുള്ള റെസ്പോൺസാണ് മറിയത്തിൻ്റെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഏത് സമയത്തും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നിൽ നിറവേറട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തെന്നില്ലാത്ത ഒരു വിടുതൽ നമുക്ക് കിട്ടാം. കാരണം അത്രയും നാൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം എങ്ങനെ പടുത്തുയർത്തണമെന്ന വ്യഗ്രതയിൽ നമ്മൾ ഭയചകിതരാണ്. നമുക്കത് ഫ്രീഡം എന്ന് തോന്നുമെങ്കിലും നമ്മൾ എപ്പോഴും ഭയത്തിലാണ്. അതായത് നാളെക്കുറിച്ചുള്ള ആകാംക്ഷ. എൻ്റെ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഷെയർ മാർക്കറ്റിൽ എൻ്റെ വില കംപ്ലീറ്റ് താഴത്തോട്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആരോഗ്യം താറുമാറായാൽ ഞാൻ എന്ത് ചെയ്യും? നാളെ എനിക്ക് കോടിക്കണക്കിന് രൂപ ലഭിച്ചാൽ ഞാൻ പിന്നെ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? മക്കളുടെ ഭാവി നന്നായില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മക്കളുടെ ഭാവി നന്നായിട്ട് അവർ വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്താൽ പിന്നെ എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ ആര് നോക്കും? ഇങ്ങനെയുള്ള ചിന്തകളാൽ മനുഷ്യർക്ക് സന്തോഷമില്ല. സ്വന്തം ജീവിതത്തെ നമ്മൾ തന്നെ നയിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആകാംക്ഷയും വിലാപവും അസ്വസ്ഥതയും അശാന്തിയും എല്ലാം കടന്നുകൂടും. അതേസമയം നമ്മുടെ ജീവിതം,
നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന ഒരു ആറ്റിറ്റ്യൂഡ്, എന്ന ഒരു നിലപാട് നമ്മൾ ആത്മാർത്ഥമായി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്തെന്നില്ലാത്ത പ്രശാന്തത കൈവരും. നമുക്ക് പിന്നെ ഒളിക്കാനായിട്ട് ഒന്നുമില്ല. നമുക്ക് നമ്മുടേതായ കുതന്ത്രങ്ങൾ ജീവിതത്തിൽ, ഈ റാറ്റ് റേസ് എന്ന് ഇപ്പം മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയുക, ഈ നെട്ടോട്ടം, പുരോഗതി എന്ന് തോന്നിപ്പിക്കുന്ന ആ മായ, അത് പിടിച്ചടക്കാനുള്ള ആ നെട്ടോട്ടം, അതിൻ്റെ ടെൻഷൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കും. മറ്റുള്ളവരോട് കൂടുതൽ സ്നേഹത്തോടെ, യാതൊരു പിരിമുറുക്കങ്ങളുമില്ലാതെ നമുക്ക് ഇടപെടാൻ സാധിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ തകർച്ചകളിൽ നമുക്ക് അവരോടൊത്ത് ദുഃഖിക്കാൻ സാധിക്കും. പിന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അധികമായി സർവശക്തൻ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തും. അപ്പോൾ ബൈബിളിലൊരു വചനമുണ്ടല്ലോ, നിങ്ങൾക്ക്, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സർവശക്തനായ പിതാവ് നിങ്ങൾക്ക് എന്തെല്ലാം നൽകും. അപ്പം ഇന്ന് ഞാൻ ഓഫീസിൽ പോയി, അപ്പം എൻ്റെ സഹപ്രവർത്തകരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ആസാംകാരനെ കുറിച്ച് സംസാരിക്കാം. അപ്പം അവൻ മാസം ഏൺ ചെയ്യുന്നത് 21,000 രൂപയാണ്. ഇതിൽ 1000 രൂപയ്ക്കുള്ളിൽ അവനിവിടെ ജീവിക്കും. 20,000 രൂപ അവൻ നാട്ടിലേക്ക് അയക്കും. ഇതിൻ്റെ മേജർ ആയിട്ടുള്ള അത് പൈസ ചെലവഴിക്കുന്നത് അവൻ്റെ മകളെ LLBക്ക് പഠിപ്പിക്കുകയാണ്. പിന്നെ അവൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, ഭാര്യയുണ്ട്. അവരെല്ലാവരുടെ ചെലവുകൾക്കും എല്ലാത്തിനുമായിട്ട് 20,000 രൂപ അയക്കുകയാണ്. അവനിവിടെ ജീവിക്കുന്നത് 1000 രൂപ ഒരു മാസത്തേക്ക് ചെലവാക്കിക്കൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളെ എത്രമാത്രം കരുതലോടെ മുന്നോട്ട് നയിക്കുകയില്ലേ? ഈ ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ ദൈവരാജ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇന്ന് ഞാൻ എൻ്റെ 5 വയസ്സുള്ള ഗ്രാൻഡ് സൺ ആയിട്ട് വീഡിയോ ചാറ്റിലൂടെ സംസാരിക്കുകയാണ്. അപ്പം അവൻ 2 ക്ലാസ്സിലാണ് പോയിരിക്കുന്നത്, കാറ്റഗിസം ക്ലാസ്സിൽ. അപ്പം അവനൊരു ക്രോസ് എടുത്തുകൊണ്ടുവന്ന് ഈ സൂം മീറ്റിംഗ് കുരിശെടുത്തു കൊണ്ടുവന്നിട്ട് ഈ സൂം മീറ്റിങ്ങിലൂടെ എന്നോട് പറയാണ്, അപ്പാപ്പ, ജീസസ് ക്രൈസ്റ്റ് died for you and me and he will come back again. ദൈവമേ സ്തോത്രം. ആ കുഞ്ഞിൻ്റെ അത്രയ്ക്ക് ദൃഢമായ ഒരു വിശ്വാസം, ദൃഢമായ ഒരു പ്രത്യാശ, കളങ്കമില്ലാത്ത പ്രത്യാശ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. മുതിർന്നവർക്ക് നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ എല്ലാ ക്രിസ്തു അനുയായികൾക്കും നൽകി അനുഗ്രഹിക്കണമേ
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഞങ്ങളെ കളങ്കമില്ലാത്തവരായി ശിശുക്കളെ പോലെ ആക്കണമേ. ഈ ലോകത്തിൻ്റെ എല്ലാ കളങ്കത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് us. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.